ഹായ് ഡിയേഴ്സ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി 2020 PG അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കാണാം. അപ്ലൈ ചെയ്യാനായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സൈറ്റ് admission.kannuruniversity.ac.in എന്നതാണ്. www.admission.kannuruniversity.ac.in. അപ്പോൾ ഈ ഹോം പേജിൽ നമ്മൾ PG അഡ്മിഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക ആൻഡ് ക്ലിക്ക് ഓൺ ടു രജിസ്റ്റർ ഹിയർ. അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ പോർട്ടലായ CAP അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നുള്ള പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമുക്ക് പ്രോഗ്രാംസ്, പ്രോസ്പെക്റ്റസ്, ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ലഭ്യമാണ്. അതായത് പ്രോഗ്രാംസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഴ്സസും കോളേജസും ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഏത് കോളേജാണ്, അതിൽ ഏത് കോഴ്സ് ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ബിഫോർ അപ്ലൈയിങ് ഈ ഒരു ഡീറ്റെയിൽസ് നോക്കുന്നത് നന്നാവും. ഇനി നമുക്ക് അപ്ലിക്കേഷനിലേക്ക് പോവാം. അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ രജിസ്റ്റർ ഹിയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സോ ഈ പേജിൽ നമ്മുടെ പ്രൈമറി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. നെയിം ഓഫ് ദ അപ്ലിക്കൻറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്, മൊബൈൽ നമ്പർ, ജെൻഡർ, ആധാർ നമ്പർ, ഫീ കാറ്റഗറി, പിന്നെ വരുന്നത് യൂണിവേഴ്സിറ്റി, ഡിഗ്രി ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി, നെയിം ഓഫ് ദ UG program, year of admission to UG program, year of passing UG program, then fee details. അപ്പോൾ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫീ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി അവിടെ ഫീഡായിട്ട് വരും. സോ ഈ പ്രൈമറി ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തതിന് ശേഷം യു ക്യാൻ ക്ലിക്ക് ഓൺ ടു സബ്മിറ്റ്. അങ്ങനെ പ്രൈമറി ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അപ്ലിക്കേഷൻ നമ്പർ അവിടെ അവൈലബിൾ ആയിട്ട് വരും. അപ്പം നോട്ട് ഡൗൺ ദ അപ്ലിക്കേഷൻ നമ്പർ. നമ്മൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലും മെയിലിലേക്കൊക്കെ ആപ്ലിക്കേഷൻ നമ്പർ വരുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. ആദ്യം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ പേയ്മെൻറ്റിനായിട്ട് SBI, സ്റ്റേറ്റ് ബാങ്ക്, കലക്ട് എന്നുള്ള പേയ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് എല്ലാ ഓപ്ഷൻസും അവിടെ അവൈലബിൾ ആണ്. സോ ഇനി പേയ്മെൻറ്റ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അഗെയിൻ നമ്മൾ ലോഗിൻ ചെയ്യാനായിട്ട് വരും. ലോഗിൻ ചെയ്യാൻ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ ഓപ്ഷൻ വരും. നിങ്ങൾക്ക് കാണാം ഇവിടെ DU നമ്പർ, ട്രാൻസാക്ഷൻ ഡേറ്റ്, ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് വരും. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്കൊരു DU നമ്പർ കിട്ടുന്നതായിരിക്കും. ആ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് അപ്ഡേറ്റ് ദ പേയ്മെൻറ്റ് പ്രോസസ്സ്. അങ്ങനെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയതിന് ശേഷമാണ് ബാക്കിയുള്ള സ്റ്റെപ്സിലേക്ക് നമ്മൾ മൂവ് ചെയ്യാം. സോ എൻ്റർ ദീസ് ഡീറ്റെയിൽസ് ആൻഡ് ദെൻ പ്രൊസീഡ്. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ടാണ്. നെയിം ഓഫ് അപ്ലിക്കൻറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, ഗാർഡിയൻ നെയിം, കോൺടാക്ട് മൊബൈൽ നമ്പർ ഓൾറെഡി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതാണ്. ദെൻ ആൾട്ടർനേറ്റീവ് ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്, ദെൻ അഡ്രസ് ഇൻ ഡീറ്റെയിൽസ്, സ്ട്രീറ്റ്, പ്ലേസ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അഡ്രസ് എൻ്റർ ചെയ്യാൻ വരും. പിന്നെ വരുന്നത് ക്രീമി ലെയർ നമ്മുടെ റിസർവേഷൻ ഡീറ്റെയിൽസ്, വെദർ യു ബിലോങ് ടു എ ക്രീമി ലെയർ, നോൺ ക്രീമി ലെയർ ഡീറ്റെയിൽസ്, റിലീജിയൻ, കാസ്റ്റ്, ദെൻ അങ്ങനെ റിസർവേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി വരുന്നത് വെയിറ്റേജ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ വെയിറ്റേജ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. NCC, NSS ആണോ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലെവൽ സർട്ടിഫിക്കറ്റ്സും ചോദിക്കുന്നുണ്ട്. അതായത് സർട്ടിഫിക്കറ്റ് ABC എന്ന രീതിയിൽ അതും ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ദെൻ അതർ ഡീറ്റെയിൽസ് ലൈക്ക് റെഗുലർ മോഡിലാണോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്, ആധാർ ഡീറ്റെയിൽസ്, പിന്നെ സ്പോർട്സ് കോമ്പറ്റീഷനിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടോ, അതായത് ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്ട് ലെവൽ അല്ലെങ്കിൽ ഹയർ ലെവൽ സ്പോർട്സ് കോട്ടയ്ക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അത് യെസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടും ഇവിടെ വരും. അതായത് ദ ലെവൽ, ഇൻ്റർനാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ എന്നിങ്ങനെ ലെവൽ കൊടുക്കാനും, പിന്നെ ഏത് സ്പോർട്ടിലാണ് നമ്മൾ എക്സൽ ചെയ്തിട്ടുള്ളതെന്നുള്ള ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കാനുണ്ട്. പിന്നെ ഏജ്, എൻ്റർ യുവർ ഏജ് ഹിയർ. അങ്ങനെ ഈ പ്രൈമറി ഡീറ്റെയിൽസ്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എൻ്റർ ചെയ്തിട്ട് ദെൻ ക്ലിക്ക് ഓൺ ടു സേവ് ആൻഡ് കണ്ടിന്യൂ. അടുത്തതായി വരുന്നത് നമ്മുടെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ആണ്. ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡിന് സ്പെസിഫിക്കേഷൻസ് തന്നിട്ടുണ്ട്. ഫോട്ടോ ഷുഡ് ബി ലെസ് ദാൻ 40 KB. പിന്നെ റെസൊല്യൂഷൻ വരുന്നത് 150/200 പിക്സൽ JPG ഇമേജ് ആയിരിക്കണം. പിന്നെ
സിഗ്നേച്ചർ വരുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 40 KB വിത്ത് റെസൊല്യൂഷൻ ഓഫ് 150/60 പിക്സൽസ്. അപ്പോൾ ഈ രീതിയിൽ ഫോട്ടോയും സൈനും അപ്ലോഡ് ചെയ്യാനായിട്ട് അടുത്ത ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഫോട്ടോയും സൈനും അപ്ലോഡ് ചെയ്ത ശേഷം നമുക്ക് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിഗ്രി പഠിച്ച, UG പഠിച്ച യൂണിവേഴ്സിറ്റി, ഇയർ ഓഫ് അഡ്മിഷൻ ആൻഡ് നമ്പർ ഓഫ് മെയിൻ കോഴ്സസ്, സിംഗിൾ മെയിൻ, ഡബിൾ മെയിൻ അങ്ങനെ ഇല്ലേ, അപ്പോൾ നമ്പർ ഓഫ് മെയിൻ കോഴ്സസ്, ദെൻ BSc ടൈപ്പ്, ഡിഗ്രി ടൈപ്പ് BSc അല്ലെങ്കിൽ BA അങ്ങനെ ഡീറ്റെയിൽസ്. ആൻഡ് ദെൻ സെലക്ട് യുവർ UG പ്രോഗ്രാം ഹിയർ. ദെൻ മോഡ് ഓഫ് സ്റ്റഡി റെഗുലർ മോഡാണോ, നമ്പർ ഓഫ് അപ്പിയറൻസസ്, ആൻഡ് ദെൻ എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ ഡീറ്റെയിൽസ്, ഡിഗ്രിയുടെ രജിസ്റ്റർ നമ്പർ, ഇയർ ഓഫ് പാസിംഗ് ഡിഗ്രി, ദെൻ യുവർ പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ. യൂഷ്വലി ഇറ്റ് വിൽ ബി 10+2+3 3 ഇയർ ഡിഗ്രി ആയിരിക്കും. ആ രീതിയിലുള്ള ഡീറ്റെയിൽസ്, പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ. പിന്നെ സ്പെസിഫൈ യുവർ മാർക്ക് സിസ്റ്റം ഗ്രേഡിംഗ് ആണോ, CGPA ആണോ, അല്ലെങ്കിൽ മാർക്കിംഗ് സിസ്റ്റം പെർസെൻറ്റേജ് സിസ്റ്റത്തിലാണോ എന്ന ഡീറ്റെയിൽസ് ഇവിടെ എൻട്രി ചെയ്യുക. അതിനനുസരിച്ചായിരിക്കും നെക്സ്റ്റ് പേജിൽ നമ്മൾ മാർക്ക് എൻട്രി ചെയ്യാൻ വരുമ്പോൾ അവിടെ ഓപ്ഷൻസ് അവൈലബിൾ ആവുക. സോ എൻ്റർ ഓൾ ദീസ് അക്കാഡമിക് ഡീറ്റെയിൽസ് ആൻഡ് ദെൻ ക്ലിക്ക് ഓൺ ടു സബ്മിറ്റ്. അക്കാഡമിക്സ് ബേസിക് ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അക്കാഡമിക്സിൻ്റെ മാർക്ക് ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്യാനായിട്ടാണ് നെക്സ്റ്റ് പേജിൽ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഏതൊക്കെ കോഴ്സാണ് ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളത്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് കോർ കോഴ്സ്, കോംപ്ലിമെൻ്ററി കോഴ്സ് എന്ന രീതിയിൽ ഏതൊക്കെ കോഴ്സാണ് പഠിച്ചിട്ടുള്ളത് അതിൻ്റെ ഡിഗ്രി മാർക്ക് ഡീറ്റെയിൽസ്, CGPA ആയാലും നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടാവും മാർക്ക് സിസ്റ്റം ആണോ, CGPA സിസ്റ്റം ആണോ, ഗ്രേഡിംഗ് ആണോ എന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ഒരു ഗ്രേഡിംഗ് അല്ലെങ്കിൽ മാർക്സ് എൻട്രി ചെയ്യാനായിട്ടും വന്നിട്ടുണ്ടാവും. സോ ഓരോ കോഴ്സിൻ്റെയും ക്രെഡിറ്റ്സും അതിൻ്റെ CGPA ഡീറ്റെയിൽസും ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. ഓപ്പൺ കോഴ്സ് അങ്ങനെ ഈച്ച് ഓഫ് ദിസ് യു ഹാവ് ടു ഫിൽ. അങ്ങനെ കംപ്ലീറ്റ് ടോട്ടൽ CGPA ഔട്ട് ഓഫ് മാക്സിമം മാർക്സ് അതും എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ BSc അല്ലെങ്കിൽ ഡിഗ്രി മാർക്സ് എൻട്രി ചെയ്യാനുള്ള സ്റ്റേജാണ് ഇപ്പോൾ വന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് കോളേജ് കോഴ്സ് ഓപ്ഷൻസ് കൊടുക്കാനുള്ള സ്റ്റെപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 10 ഓപ്ഷൻസ് വരെ നമുക്ക് എൻട്രി ചെയ്യാവുന്നതാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10 ഓപ്ഷൻ എങ്ങനെയാണ്, ഒരു സെയിം കോളേജിൽ 2 കോഴ്സസ് അപ്ലൈ ചെയ്താലും അത് 2 ഓപ്ഷൻ ആയിട്ടായിരിക്കും പരിഗണിക്കുക. അപ്പോൾ ആ രീതിയിൽ 10 ഓപ്ഷൻസ് കൊടുക്കാനാണ് നമുക്ക് പ്രൊവിഷൻ ഉള്ളത്. സോ എൻ്റർ ദ കോഴ്സ് ആൻഡ് കോളേജ് ഡീറ്റെയിൽസ്, സെലക്ട് ദ കോഴ്സ് ഹിയർ, സെലക്ട് ദ കോളേജ് ഹിയർ, അങ്ങനെ ആ ഡീറ്റെയിൽസൊക്കെ എൻട്രി ചെയ്ത് കൊടുക്കുക. ഇനി അങ്ങനെ ആഡ് യുവർ ഓപ്ഷൻ, അങ്ങനെ ന്യൂ ഓപ്ഷൻസ് എൻട്രി ചെയ്തതിന് ശേഷം സേവ് ആൻഡ് റിഫ്രഷ്, അല്ലെങ്കിൽ ആഫ്റ്റർ യു കംപ്ലീറ്റ് ഓൾ ദീസ് ആപ്ലിക്കേഷൻ യു ക്യാൻ പ്രിവ്യൂ. അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നിച്ച് കാണാനായിട്ട് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതിപ്പോൾ റീഅറേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇനി അത് വേണ്ട, ക്യാൻസൽ ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം ഏതെങ്കിലും ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ ആ ബട്ടണും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കറക്റ്റ് പ്രയോറിറ്റി ഓർഡർ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ആപ്ലിക്കേഷൻസ് അതിനനുസരിച്ച് ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ 10 ഓപ്ഷൻസ് നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് കൊടുത്തിരിക്കണം. സോ ഈ രീതിയിൽ നമ്മൾ എല്ലാ ഓപ്ഷൻസൊക്കെ കൊടുത്തു കഴിഞ്ഞ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നുകൂടി വെരിഫൈ ചെയ്യാനായിട്ട് വരും. സോ യു ഹാവ് ടു വെരിഫൈ യുവർ ആപ്ലിക്കേഷൻ ഫോം ഫോർ യുവർ ഡിഗ്രി ആപ്ലിക്കേഷൻ 2020. സോ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം ഫൈനൽ സബ്മിറ്റ് ബട്ടൺ കൊടുക്കാനായിട്ട്. നമുക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ പറയുന്നുണ്ട്. യു ക്യാൻ ടേക്ക് എ പ്രിൻ്റ് ഔട്ട് ഇഫ് യു വാണ്ട്, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് എവിടെയെങ്കിലും PDF രൂപത്തിലൊക്കെ സേവ് ചെയ്ത് വെച്ചാലും മതി. നമ്മുടെ ഫോണിലാണ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതെങ്കിലൊക്കെ സേവ് ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ ആ രീതിയിൽ ആപ്ലിക്കേഷൻ കറക്റ്റ് ആണോ എന്ന് കംപ്ലീറ്റ് ആയിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. സോ വളരെ സിമ്പിളായൊരു ആപ്ലിക്കേഷനാണ് വന്നിട്ടുള്ളത്. സോ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും മൈ ബെസ്റ്റ് വിഷസ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.